വെൽക്കം ബാക്ക് ടു dinewithann. ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിലുള്ള ഉള്ളി മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ഇന്നിവിടെ ഉള്ളി മുളകൊക്കെ എണ്ണയിൽ വഴറ്റിയിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ 8 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് തരം മുളകാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഇതിന്റെ എരിവിനും വ്യത്യാസം വരും. അപ്പോൾ മുളക് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മുളക് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന്റെ കൂടെ തന്നെ ഒരു ചെറു നെല്ലിക്ക വലുപ്പത്തില് വാളംപുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാളംപുളി ചേർത്ത് എന്ത് ചമ്മന്തി അരച്ചാലും അതിനൊരു പ്രത്യേക സ്വാദാണ് അല്ലേ. അപ്പോൾ ഇതിന്റെയും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാളംപുളി തന്നെയാണ്. ഇനി നമുക്ക് ഈ വാളംപുളി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്നും കിട്ടും. അതേപോലെ തന്നെ പുളിയുടെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ഉള്ളിയിലേക്കൊന്ന് പിടിച്ചും കിട്ടും. നമുക്ക് വഴറ്റാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ ഞാനിങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടി ചേർത്തിട്ട്. ഇങ്ങനെ എണ്ണയിൽ വഴറ്റാതെ വേണമെന്നുണ്ടെങ്കിൽ തീക്കനലിൽ വെച്ച് ചുട്ടെടുത്തിട്ടാണെങ്കിലും നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്വാദ് കൂടിയുള്ളൂ. അതാണ് ശരിക്കും നമ്മുടെ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഈ ചുവന്നുള്ളിലേക്ക് ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. മുളകൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ ഈ വഴറ്റി വെച്ചതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മിക്സി ജാറിലിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. വീട്ടിൽ അമ്മിക്കല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്വാദ് കൂടുകയുള്ളൂ കേട്ടോ. കുറച്ചുകൂടി ഹെൽത്തി അതായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് അരിഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ട് മാറേണ്ട ആവശ്യമില്ല. ആ മുളകിന്റെ തരിയൊക്കെ നമുക്ക് കാണാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് എപ്പോഴും നല്ലത്. ഇത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് അടിപൊളി കോമ്പിനേഷൻ. ചോറിന്റെ കൂടെയോ ദോശയുടെ അല്ലെങ്കിൽ ഇഡ്ലിയുടെ ഒക്കെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും ഇനേബിൾ ചെയ്യണം. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.